ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് നേരത്തെ എഴുന്നേറ്റു. ഇപ്പം സമയം 4:30 ആയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സമയമൊന്നും ഞാൻ കാണാറേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്നല്ലാണ്ട്. പക്ഷേ ഇന്ന് എന്തോ ഞെട്ടിപ്പോയി പെട്ടെന്ന്. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എഴുന്നേൽക്കാമെന്ന്. എഴുന്നേറ്റ് വന്ന് ബാൽക്കണീൻ്റെ വിൻഡോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഭയങ്കര തണുപ്പ്. പിന്നെ ഇരുട്ടുണ്ട്, അത് പിന്നെ ലൈറ്റ് കൊണ്ട് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇത് ഇന്നലെ ഞാൻ രാത്രി നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഒരുവിധം ഡ്രൈ ആയി, എന്നാലും അതിൽ വെള്ളമൊക്കെ ഉണ്ട്. അതിനുശേഷം വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിളക്ക് വെച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കുക. കുറേ കാലങ്ങളെന്നില്ല, കുഞ്ഞിലെ മുതലേ ശീലിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. രാവിലെ എനിക്ക് വിളക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് തൊഴാതിരുന്നു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം ഒരു നെഗറ്റീവ് പോലെ, ഒട്ടും പോസിറ്റീവ് അല്ലാത്ത പോലെ തോന്നും. അതെൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. പക്ഷേ എന്നാലും എനിക്കങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് യൂട്ടിലിറ്റിയുടെ ഡോറ് തുറന്നപ്പോൾ ഭയങ്കര തണുപ്പ്. ഇവിടെയാണെങ്കിലും നമുക്ക് ഓപ്പൺ ആണല്ലോ, അപ്പം എല്ലാ സൈഡിൽ നിന്നും കാറ്റും ഒക്കെ കിട്ടും. 3 സൈഡിൽ നിന്നായിട്ട് നമുക്ക് കാറ്റ് കിട്ടും. അപ്പം നല്ല തണുപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് കിച്ചണിലോട്ട് വന്നിട്ട് ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി. ഞാനൊരു ചായയുടെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാധാരണ നോർമൽ ചായയാണ് ഇഷ്ടം. മസാല ചായ, ഇഞ്ചി ചായ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഒരു അഡിക്റ്റഡായി. എനിക്ക് രാവിലെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇപ്പോൾ ഇഞ്ചി ചായയുടെ കുറച്ച് ഫാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അതേപോലെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു കാര്യം. അതും രാവിലെയും വൈകുന്നേരം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചായ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഞാനിങ്ങനെ കിച്ചൺ ഒന്ന് കാണിച്ചു തന്നെയാണ്. സൈഡിൽ ഞാൻ പാത്രം രാത്രി കഴുകി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചായ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ചായ എടുത്തിട്ട് ഞാൻ പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട കേട്ടണില്ലേ അവിടെ ഇരുന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടാണ് തുറക്കാറ്. അപ്പോൾ സാധാരണ നമുക്ക് 6:30 6 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ, അപ്പോൾ അത്രയ്ക്ക് തണുപ്പുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഭയങ്കര തണുപ്പായതുകൊണ്ട് അതൊന്നും ഓപ്പൺ ചെയ്യാണ്ടിരുന്നു. ഇത് ഞാൻ എനിക്ക് കൊടുക്കുന്നൊരു മീ ടൈമാണ് കേട്ടോ. രാവിലെയും ഈവനിങ് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സമാധാനത്തിൽ കുടിക്കണം. അതിൻ്റെ ഇടയിലൊക്കെ കുടിക്കും, പക്ഷെ അതൊന്നും അത്ര സമാധാനം വേണമെന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുപോലൊരു ക്യാൻഡിൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ഈ ദീപാവലിക്ക് കുറേ സ്വീറ്റ്സൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ, ഗിഫ്റ്റ് കിട്ടിയ കൂട്ടത്തിൽ കിട്ടിയതായിരുന്നു. അപ്പം ഞാനൊരു രസത്തിന് അത് കത്തിച്ചിട്ട് കിച്ചണിൽ വെച്ചു. ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്, ഇതൊന്നും എപ്പോഴല്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഇരുട്ടാവുമ്പോൾ ഇതിങ്ങനെ കത്തിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാന് പുട്ടും കടലക്കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ കടലക്കറിക്കുള്ള കടല ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇത് ശരിക്കും ഞാൻ ഇന്നലെ പുറത്ത് വെച്ചെങ്കിലും ഇവിടുത്തെ തണുപ്പൊക്കെ കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ടില്ല. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇത് ഓരോ ലീഫും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ. അതായത് ചീത്തയൊന്നും ആവാതെ ഇരിക്കും. പിന്നെ നമുക്ക് അപ്പോഴപ്പോഴെടുത്ത് കഴുകുമോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കടല നമ്മുടെ കുക്കറിലിട്ടിട്ട് ഗ്യാസിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് വിസിലൊക്കെ അടിച്ച് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഞാൻ സാധാരണ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചടപടേന്നാക്കും. കാരണം കടലയുടെ വിസിൽ പോകാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു സംഭവം പോക്കി അതിൻ്റെ വിസിലൊക്കെ കളയും. അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. ഞാൻ പുട്ടുപൊടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. നോക്കുമ്പോഴേക്കും ഒരാൾക്ക് കഴിക്കാം, ഒരാൾക്ക് അല്ലെങ്കിൽ കുഞ്ഞിനൂടെ കഴിക്കാം എന്നുള്ള രീതിക്ക് മാത്രമേ ഈ പുട്ടുപൊടിയുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇതൊരു 5 വരെയൊക്കെ ആയപ്പോൾ ഞാൻ ഇനി ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ വന്ന് ബെല്ലടിക്കും. പിന്നെ വീണ്ടും തുറന്നൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, എന്നാൽ ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ എടുത്ത് വെച്ചു. അപ്പോഴേക്കും ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. നമുക്ക് കുടിക്കണ്ടേ, കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്ന വെള്ളമാണെങ്കിൽ പോലും നമുക്ക് അത് കുടിക്കുമ്പോൾ ഭയങ്കര തണുപ്പും ത്രോട്ട് പെയിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ വെച്ചു. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വേണം ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാനൊരു സൗണ്ട്, ഇങ്ങനെ ചെറിയ വണ്ടീൻ്റെ സൗണ്ട് ലൈറ്റ് കണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വെള്ളം കൊണ്ടിരുന്ന വണ്ടി വന്നതാണ്. ഈ വണ്ടിക്ക് ഇത്രയൊക്കെ സൗണ്ട് ഉണ്ട് രാത്രി എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്.
അങ്ങനെ പെട്ടെന്ന് കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഞാൻ എല്ലാം ഇങ്ങനെ ക്ലിയറായിട്ട് ഷൂട്ട് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഓരോ ക്ലിപ്പായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അതാണ് പെട്ടെന്ന് കടലക്കറിയായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ പുട്ട് പൊടിക്ക് ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ സംഭവം തീർന്നു പോയി എന്നുള്ള കാര്യം. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒന്നും നടക്കില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ആ പുട്ടും കൊണ്ട് ഞാൻ പുട്ടുപൊടിയാക്കി. പിന്നെ നമ്മുടെ ഈ ഇലയുണ്ടല്ലോ, അതിങ്ങനെ ഓരോരോ സ്ഥലത്ത് സാധനം മാറി പോവുകയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത് എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ട് ആ പാത്രം, അപ്പോൾ അതങ്ങനെ മാറി ഞാനിങ്ങനെ താഴെ വയ്ക്കും, വേറെ പാത്രത്തിൽ വയ്ക്കും, അങ്ങനെ ആവും. അപ്പോൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ വലിയ പുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത്ര വലുതൊന്നുമല്ല, ഭയങ്കര ചെറുതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഒരാൾക്കും കുഞ്ഞിക്കും മാത്രം കഴിക്കാനേ ഉണ്ടാവൂ. പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് നൈസായിട്ട് പൊടിച്ച അരി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇതുപോലത്തെ ഷേപ്പിലൊക്കെ സംഭവം ആവിയിൽ വെച്ച്, അതാകുമ്പോൾ മോൻ കഴിക്കുമല്ലോ ആ ഷേപ്പൊക്കെ കാണുമ്പോൾ. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാനിന്ന് സ്നാക്ക് ബോക്സിൽ അനാറാണ് കേട്ടോ കൊടുത്തത്. അങ്ങനത്തെ സ്നാക്കൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഈസിയാണ്, വേഗം നമുക്ക് എടുത്ത് വെക്കാമല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് അവൻ്റെ സ്നാക്സും ബുക്സൊക്കെ എടുത്ത് വെച്ചു. ഈ ഒരു വാട്ടർ ബോട്ടിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാനൊരു പൊട്ടത്തരാണ് കാണിച്ചത് ആദ്യം. എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ ലോക്ക് ചെയ്യാന്നുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 തവണ ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ ബാഗിൽ നിന്ന് എന്തോ എടുക്കുന്ന സമയത്ത് പ്രസ്സായി ഓപ്പണായി മൊത്തത്തിൽ ബാഗിൽ വെള്ളമായി. എനിക്ക് തോന്നുന്നു 2-3 തവണ എന്തായാലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മോന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു, നഴ്സറിയിലാണ് പഠിക്കുന്നതെങ്കിൽ ഹോംവർക്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഏട്ടനായിരുന്നു ഇന്നലെ ചെയ്തത്, അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് ബാഗിലോട്ട് വെച്ചു. പിന്നെ അവനൊരു ഇതുപോലത്തെ ഒരു ടവൽ വെക്കണം, അപ്പോൾ അത് ഞാൻ നോക്കുമ്പോഴേക്കും ഇവിടെ മഞ്ഞായതുകൊണ്ട് തീരെ ഉണങ്ങണില്ല. അപ്പോൾ ഞാൻ പിന്നെ ഷെൽഫിൽ നിന്നൊന്ന് എടുത്തു വേറെ. ഇതാണ് പുറത്ത് കുറച്ചൊക്കെ ഇപ്പം ഒരു 6:30 ആയപ്പോൾ 6-7 മണിയായി, അപ്പോഴേക്കും കുറച്ച് തെളിച്ചൊക്കെ വന്നു. അങ്ങനെ അവൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് സോഫയിലൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഈ ഒരു ചെയറിൽ ഞാൻ അവൻ്റെ സ്വെറ്ററാണ് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ തണുപ്പാണല്ലോ. അപ്പോൾ സ്വെറ്ററിൻ്റെ അടുത്ത് തന്നെ യൂണിഫോമും കൊണ്ടുവച്ചു. എന്നിട്ടാണ് ഞാൻ പോയിട്ട് അവനെ വിളിച്ചത്. അപ്പോൾ എളുപ്പമായല്ലോ. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോവാ? പിന്നെ ഞാൻ ഓടിപ്പോയി അവനെ ബ്രഷ് ചെയ്യിപ്പിച്ചു, കുളിപ്പിച്ചു, ഡ്രസ്സ് ഇടിപ്പിച്ച് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവന് കണ്ടപ്പോൾ ഈ ഷേപ്പിൽ ഈ സംഭവം മതി എന്ന് പറഞ്ഞു. കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവൻ വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനം, ഇങ്ങനെ ഷേപ്പൊക്കെ, കുട്ടികൾ അങ്ങനെയാണല്ലോ ഷേപ്പൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഞാനും അതിൻ്റെ എടുത്തു, ഏട്ടന് പുട്ടും കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പോയി, ഞാൻ മോനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലാണ് എനിക്ക് ഫുൾ ടൈം പോയത്. ഇന്ന് നമ്മൾ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു, റെഡി ആയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ സെറ്ററിൻ്റെ ഈ ഒരു സിബില്ലേ, ആ സിബ് എനിക്ക് തീരെ പറയാൻ ശരിയാവണില്ല. ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും, ചില സമയത്ത് ഞാനത് കണക്ട് ചെയ്ത് വലിക്കുമ്പോഴേക്കും വീണ്ടും കണക്ഷൻ പോവും. ഇപ്പം ഞാൻ കണ്ടോ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ടൊക്കെയാണ് ഇടുന്നത്. അവസാനം തളർന്ന് ഞാൻ അവിടെ ഇരിക്കും. അപ്പം അവനിങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, എന്താ അവന് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. കണ്ടോ ഞാൻ ചെയ്യണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവനും ചിരി വരുന്നുണ്ട് ഇടയിൽ. കണ്ടോ ഞാൻ വലിക്കുമ്പോൾ ഒരു സിബിൽ മാത്രം അത് കണക്ട് ചെയ്തിട്ട് വരുന്നു, ബാക്കിയൊന്നും വരണില്ല. ഇതും കൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം കളഞ്ഞു. ഓരോ പ്രാവശ്യം ഞാൻ കണക്റ്റായി എന്ന് പറഞ്ഞാൽ വലിക്കും, പറ്റില്ല. അവസാനം ഞാൻ അവിടെ ഇരുന്നു മടുത്തിട്ട്. അങ്ങനെ പിന്നെ ഇവനെ റെഡിയാക്കിയിട്ട് ഇനി മോനെ എനിക്ക് സ്കൂളിൽ കൊണ്ടുവിടണം. അതാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നത്. മോന് സ്കൂളിലേക്ക് നമുക്ക് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റിൻ്റെ ദൂരം. ആകെ 2.5 മണിക്കൂറേ ക്ലാസ്സുള്ളൂ. അതായത് 9 മണി മുതൽ 11:30 വരെ. 11:30 ആകുമ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ടല്ലോ മോർണിംഗിലെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എന്താ പറയുക എടുത്തിട്ടുള്ളൂ. ഇനി വന്നിട്ട് വേണം എനിക്ക് 9:30 ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോഗിൻ ചെയ്യേണ്ട സമയമാണ് 9:30. കണ്ടോ ഞാൻ മടുത്ത് അവന് തന്നെ മതിയായി ഇതെന്ത് അമ്മ കാണിക്കുന്നത് എന്നുള്ള രീതിക്കായി ഇപ്പോൾ അവസാനം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസാനം. ആ ജാക്കറ്റിൻ്റെ ബാക്കിലൊക്കെ എൻ്റെ കയ്യിൽ മോൻ്റെ മുഖത്തിട്ട പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ആയിരുന്നു പറ്റിയത്. ഞാൻ തളർന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് പണ്ട് മുതലേ ഈ സംഭവം ശരിയാവാറില്ല. പണ്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്കും ഉണ്ടാവാറില്ല, എന്തിനൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കണക്ട് ചെയ്ത് വലിക്കുന്നത്. എപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയാലും എനിക്ക് 8ൻ്റെ പണി ഇതൊന്ന് കിട്ടാറുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ ഇതാ നിബുക്കുട്ട സെറ്റായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്.
ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായി. നമ്മൾ ജാക്കറ്റ് ഇടാതെ പോയ ദിവസമാണെങ്കിൽ ഇവിടെ മുടിഞ്ഞ തണുപ്പായിരിക്കും. എന്നാൽ ഇട്ടിട്ട് പോയ ദിവസം അത്ര തണുപ്പുണ്ടാവില്ല. എന്ന് പറഞ്ഞിട്ട് ഇടാതെ വിടാനും പറ്റില്ല, എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അവൻ സെറ്റായിട്ട് നമ്മളിപ്പോൾ ഇതാ സ്കൂളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം ശരിക്കും 9 മണിക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ 11:30 ആകുമ്പോഴേക്കും പിക്ക് ചെയ്യേണ്ട ടൈമായി. ആ ചെറിയൊരു ഷോർട്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെ മോൻ സ്കൂളിലാക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി വിളക്കാണ് വെക്കുന്നത്. അപ്പം ലക്ഷ്മി വിളക്കാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ പൂവ് വയ്ക്കും പൂജാമുറിയിൽ. അപ്പം ഞാനും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എപ്പോഴും പൂക്കൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ പൂക്കളൊക്കെ തീർന്നു. അപ്പോൾ ഇന്ന് വാങ്ങി എന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ പിന്നെ തിരിച്ച് വന്നിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അതൊക്കെ മെഷീനിലോട്ട് ഇട്ടു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കിച്ചൺ യൂട്ടിലിറ്റി കാണിച്ചില്ലേ, അപ്പോൾ ഞാൻ പുറത്തോട്ട് കാണിച്ചിരുന്നല്ലോ ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് വെളിച്ചൊക്കെ വന്നിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് 3 സൈഡിൽ നിന്നുള്ള കാറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലമാണിത്. അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീൻ അവിടെ ഇട്ടിട്ട് കറങ്ങാൻ തുടങ്ങി. ഈ വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു ഇതുണ്ട്. അവിടെ ഞാൻ തുളസിയുടെ തൈ നട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്തിൽ വളരുന്നുണ്ട്. ഇനി നമ്മൾ കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം മാത്രം ഇങ്ങനെ വലിയ പണി കെട്ടിക്കാണ് ലോഗിൻ. അപ്പോൾ എല്ലാവർക്കും